ഗൈസ്, അപ്പോൾ എൻ്റെ പേര് ലയാജേഷ്. ഇന്നൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കാന്ന് വെച്ചിട്ട് ഇങ്ങനെ കുത്തിരിപ്പാണ് ഗൈസ്. സോ അപ്പോൾ എൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കണ്ടന്റ് ക്രിയേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായി. പക്ഷെ യൂട്യൂബിൽ ഞാൻ വമ്പൻ വീഡിയോസ് ഒന്നും ഇടാറില്ല. കുറച്ച് വീഡിയോസ് ഞാൻ ഇടാറുണ്ട്. പക്ഷെ എനിക്ക് സപ്പോർട്ട് ഉണ്ട് കേട്ടോ. യൂട്യൂബിലും സപ്പോർട്ടുണ്ട്, ഇൻസ്റ്റഗ്രാമിലും സപ്പോർട്ടുണ്ട്. കുറച്ച് കൂടുതൽ ഇൻസ്റ്റഗ്രാമിലാണെന്ന് മാത്രം. അപ്പോൾ എൻ്റെ വീട് കോഴിക്കോടാണ്. പിന്നെ എൻ്റെ വീട്ടിൽ അമ്മ, അനിയത്തി, ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ, വേറെ ആരുമില്ല. പിന്നെ ഞാൻ പഠിക്കുന്നത് പ്രൗഡൻസ് വുമൻസ് കോളേജ് കാലിക്കറ്റിലാണ്. കാലിക്കറ്റ് മീൻസ് കോഴിക്കോട് തന്നെ, വേറെ കാലിക്കറ്റ് ഞാൻ വെറുതെ പറഞ്ഞോ, കോഴിക്കോട് തന്നെ. പിന്നെ ഞാൻ പഠിക്കുന്ന കോഴ്സിന്റെ പേര് പറയാൻ വിട്ടു കേട്ടോ. MA ഇന്റഗ്രേറ്റഡ് പൊളിറ്റിക്സ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ്. അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇനി എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ. എനിക്ക് പൊട്ടത്തരം മാത്രം എൻ്റെ വായിൽ വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്രയും നീണ്ടൊരു പേര് എൻ്റെ ടാഗ് ഇവിടെ ഒന്നും കാണുന്നില്ല. അല്ലെങ്കിൽ ഞാനതെടുത്ത് നോക്കി വായിച്ചു പറഞ്ഞതേനെ. അതിലെന്ത് കാര്യം, കോഴ്സിലൊക്കെ എന്ത് കാര്യം ഗൈസ്. ഇനി ഞാൻ എൻ്റെ അമ്മേനെയും അനിയത്തിനെയും ഒക്കെ പരിചയപ്പെടുത്തി തരാം. എൻ്റെ അമ്മയുടെ പേര് ജയരൂപ, ഞാൻ ഫോട്ടോ സൈഡിൽ കൊടുക്കാം. എൻ്റെ അനിയത്തിയുടെ പേര് ലയാജേഷ്. എന്നൊക്കെ സ്വന്തം പേരിങ്ങനെ പൊക്കുന്നതിനാണോ. അനിയത്തിയുടെ പേര് ദിയാജേഷ്, അച്ഛൻ്റെ പേര് അജേഷ്. അച്ഛൻ്റെ ഫോട്ടോ ഞാൻ അവിടെ കൊടുക്കാം, അനിയത്തിൻ്റെ ഫോട്ടോ ഞാൻ അവിടെ കൊടുക്കാം. എന്താ പറയുക, എൻ്റെ അമ്മേൻ്റെ ഫോട്ടോ ഞാൻ അവിടെ കൊടുക്കാം കേട്ടോ. എല്ലാവരും അറിയട്ടെ ഇവരൊക്കെ എൻ്റെ അച്ഛനമ്മയാന്നൊക്കെ. എല്ലാവരും അറിയിച്ചില്ലെങ്കിൽ വലിയ കാര്യമില്ല. ഞാനിങ്ങനെ പൊട്ടത്തിലൊക്കെ പറയും, നിങ്ങളതൊന്നും കാര്യം ആവശ്യമില്ല. ഓക്കെ, സോ ഞാൻ ഇവരെ ഫോട്ടോസൊക്കെ കൊടുക്കാം. അപ്പോൾ ഞാൻ മണ്ടത്തരമേ പറയൂ ഗൈസ്. എന്ത് വീഡിയോ എടുക്കണം ഫസ്റ്റ് ഞാൻ മണ്ടത്തരേ പറയും. അപ്പോൾ അത് വേറെ കാര്യം. പിന്നെന്താ, പിന്നെ ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് വ്ളോഗിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഒരു എൻ്റർടൈൻമെൻറ്റ്, സീരിയസ്ലി ഒരു എൻ്റർടൈൻമെൻറ്റ്. പിന്നെ എൻ്റെ മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആക്കാനും. പിന്നെ ഞാൻ കുറേ ഡിപ്രഷനിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയൊക്കെ പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. സോ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ ഒന്ന് പൊക്കാൻ മീൻസ് സ്വയം പൊക്കിയല്ലോ കേട്ടോ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് ഞാനൊന്ന് പവറാവാൻ വേണ്ടി. എന്തപ്പം ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ഒന്ന് പറഞ്ഞോടങ്ങോട്ട്. ഇപ്പം എന്താ പറയുക, നമ്മളൊരു ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് നമുക്കൊന്ന് ഉയർത്തെണീക്കണ്ടേ. യേശുക്രിസ്തു അതന്നെ, നമ്മളൊന്ന് സെറ്റപ്പായി വരാൻ വേണ്ടി. നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ മനസ്സിലായിണ്ടാവും. അപ്പോൾ ഞാനൊന്ന് എന്താ പറയുക, ഒന്ന് പവറാവാൻ വേണ്ടി തുടങ്ങിയൊരു സംഭവമാണ്. എൻ്റെ മൂഡൊക്കെ ഒന്ന് ഓക്കെ ആക്കാൻ, ഞാനൊന്ന് കരിയറിലേക്കൊന്നൊക്കെ ഒന്ന് നോക്കാൻ. കരിയറോ ഞാൻ എന്തൊക്കെ പറയണത്. സോ ഞാനൊന്ന് അടിപൊളിയാവാൻ വേണ്ടി തുടങ്ങിയ സംഭവമാണിത്. അപ്പോൾ സോ ഇത്രയും സപ്പോർട്ട് ഇടുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വ്യൂസ് ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് അത്രയ്ക്ക് സപ്പോർട്ടാണ് നിങ്ങൾ തന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എന്നെ ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യുന്നവർക്കായിക്കോട്ടെ, യൂട്യൂബ് സപ്പോർട്ട് ചെയ്യുന്നവർക്കായിക്കോട്ടെ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എനിക്ക് നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ എന്നെപ്പറ്റി ചോദിക്കാനോ, ഞാൻ എവിടെ എന്താ പറയുക എന്നെപ്പറ്റി ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ള. ഇതിപ്പോൾ പാതിരാത്രി എടുക്കുന്നൊരു വീഡിയോ ആണ്, ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, അത്ര തന്നെ. ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ കുറച്ച് മടിച്ച കേട്ടോ. ഇനി മുതൽ ഞാൻ കൃത്യമായിട്ട് എന്തായാലും വീഡിയോസ് ഇട്ടേക്കാം. ഞാൻ അധികം നീട്ടി വലിച്ച് കൊണ്ടുപോകുന്നില്ല നിങ്ങളെ. അപ്പോൾ എന്തായാലും ഇനി മുതൽ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്ന ഞാൻ വിചാരിക്കുന്നുണ്ട്. സബ്സ്ക്രൈബേഴ്സിനൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. സോ നിങ്ങൾ പറയുന്ന വീഡിയോസ് ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യാം താഴെ ഞാൻ എങ്ങനത്തെ വീഡിയോസാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അത്രയുള്ള ബൈ.